ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടിന്റെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എമ്പുരാന്റെ ഏറ്റവും പുതിയ പതിവ് പോലുള്ള കാസ്റ്റ് അപ്ഡേറ്റുകൾ ഇന്ന് രാവിലെയും വൈകിട്ടുമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലത്തെ ഇതുപോലെ ഇന്നും ലൂസിഫർ സിനിമയിൽ ഭാഗമായ സ്റ്റീഫൻ നെടുമ്പള്ളിയുമായി ബന്ധമുള്ള കഥാപാത്രങ്ങളുടെ പോസ്റ്റേഴ്സാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ജാൻവിയുടെയും പീതാംബരന്റെയും പോസ്റ്ററാണ് വന്നതെങ്കിൽ ഇന്ന് വന്നിരിക്കുന്നത് മുരുകൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബൈജു സന്തോഷിന്റെ കഥാപാത്രത്തിന്റെ പോസ്റ്ററാണ്. അതേസമയം വൈകിട്ട് പുറത്തു വന്നിരിക്കുന്നത് മഹേഷ് വർമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സായ് കുമാറിന്റെ പോസ്റ്ററാണ്. രണ്ടുപേരും ലൂസിഫറിൽ നിറഞ്ഞാടിയ പ്രശംസ നേടിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവരാണല്ലോ. കാത്തിരിക്കാം എമ്പുരാന്റെ അടുത്ത ദിവസങ്ങളിലെ കൂടുതൽ കാസ്റ്റ് റിവീൽ അപ്ഡേറ്റുകൾ കേട്ടാം. ഇതിനിടയിൽ ബൈജു സന്തോഷ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അറിയിച്ചിരിക്കുന്നത് എമ്പുരാന്റെ തിയേറ്റർ കൗണ്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. അത് പ്രകാരം കേരളത്തിലെ 700 തിയേറ്റർ സ്ക്രീനുകളിലേക്കാണ് എമ്പുരാൻ മാർച്ച് 27 തീയതി എത്തുന്നത് എന്നാണ് ബൈജു അറിയിച്ചിരിക്കുന്നത്. ബൈജു പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ 90-95% തിയേറ്ററുകളിലും മാർച്ച് 27 തീയതി എമ്പുരാൻ ഓടുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു മലയാളം സിനിമയുടെ റെക്കോർഡ് തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്നു എമ്പുരാൻ എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. സിനിമയുടെ ആദ്യ ഷോയുടെ ടൈമിംഗ് ഇനിയും കൺഫേം ആക്കപ്പെട്ടിട്ടില്ല. വരുന്ന മാർച്ച് ആദ്യ വാരങ്ങളിൽ തന്നെ അത് കൺഫേം ആക്കപ്പെടും. അതേസമയം സിനിമയുടെ ആദ്യ ഷോ ഇപ്പോഴും 6 മണിയോടെ രാവിലെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ബുക്കിംഗ് 10-15 ദിവസങ്ങൾക്ക് മുന്നേ ഒരുപക്ഷെ ഓവർസീസിൽ ആരംഭിച്ചേക്കുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അതേസമയം കേരള ബുക്കിംഗും മറ്റു പല സിനിമകളുടെ അതേ രീതിയിലായിരിക്കും ആരംഭിക്കുക. മറ്റു പല സിനിമകളും കേരളത്തിൽ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയാണ് റിലീസെങ്കിൽ ഞായറാഴ്ച ബുക്കിംഗ് ആരംഭിക്കുന്ന ഒരു പതിവാണെങ്കിൽ എമ്പുരാന്റെ തിയേറ്റർ റിലീസിന് ഒരാഴ്ച മുന്നെയോ 10 ദിവസങ്ങൾക്ക് മുന്നെയോ സിനിമയുടെ കേരള ബുക്കിംഗും ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. അപ്പോൾ കാത്തിരിക്കാം എമ്പുരാന്റെ അടുത്ത ദിവസങ്ങളിലെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക്.